അപ്പോഴേ ഈ വണ്ടി നേരെ പോകുന്നത് മാരാരിക്കുളം ബീച്ചിലോട്ടാണ് കേട്ടോ. ആ ചെന്ന സമയത്തുള്ള തിരക്കാണ് ഈ കാണുന്നത്. അതിനുശേഷം നല്ല തിരക്കായി കേട്ടോ. ഇതിലൊരു നൈസ് കോമഡി ഉണ്ട്, ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം കേട്ടോ. ഒന്നും മിണ്ടാണ്ടിരിക്കണേ. അനുസരണയില്ലാത്തതാ കേട്ടോ അവർ പറഞ്ഞത് കേട്ടോ. ഈ മണ്ടന്മാരുടെ കാര്യം ഇവരുടെ വിചാരം ഞാനിതൊന്നും കേൾക്കത്തില്ല എന്നാ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കേൾക്കൂലേ. എന്നാലും പറയുക കഴുത തന്നെ വന്നിരിക്കുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ വെള്ളത്തിലിറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമേ വരുവാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കുറച്ച് നേരം സ്വസ്ഥമായിട്ട് നിന്ന് ആ വെള്ളം ഇങ്ങനെ വെള്ളമടിക്കുമല്ലോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതിൻ്റെങ്കിലും കൈക്ക് എൻ്റെ കൈയുടെ മേത്തുണ്ടാവും. ഞാനെന്തോ ഒഴുകി പോകുന്ന ഇവരുടെ വിചാരം എനിക്കറിയില്ല കേട്ടോ. ഇവരെന്താ ഇങ്ങനെ ഒരുമാതിരി 2-3 വയസ്സുള്ള പിള്ളേർ വരെ അവിടെ ഫ്രീ ആയിട്ട് നിന്ന് കളിക്കുന്നത്. 2-3 അല്ലായിരിക്കും കേട്ടോ, അത് കുറച്ച് അതിശയോക്തിയാണ്. എനിക്ക് തോന്നുന്നു കൊച്ചിന് ഞാൻ കണ്ടിരുന്ന പിള്ളേർക്കൊക്കെ ഒരു 4-5, 5, 6, 7, 8 അങ്ങനെ വയസ്സുള്ള പിള്ളേരാണ്. ഈ 28 വയസ്സുള്ള എൻ്റെ കയ്യിൽ എന്തിനാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഏത് നേരം ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോകുന്നാലും ആരെങ്കിലും എൻ്റെ കൈ പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് എനിക്ക് അനുസരണയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് പിന്നെ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ നേരത്തെ തന്നെ വന്നായിരുന്നു. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഒരു ചായ കുടിക്കാമെന്ന്. നല്ല വെയിലാണെങ്കിലും ഇല്ലെങ്കിലും ചായയുടെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കാറില്ലല്ലോ. ചില ഷുഗർ കെട്ട ആൾക്കാരും ഇവിടെ ചായയൊക്കെ കുടിച്ചു, അത് വേറെ കാര്യം. അപ്പോൾ അവർ പറയുന്നത് കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കണം എന്നാണ്. പക്ഷെ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴ പെയ്തു കേട്ടോ. മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു കോളമായി. കാരണം എല്ലാവരും കയറി ഇതിൻ്റെ അടിയിൽ നിന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം ആ ഷീറ്റിൻ്റെ അടിയിൽ നിന്ന് നല്ല വെള്ളം നമ്മുടെ മേത്ത് വീഴുമായിരുന്നു. അപ്പോൾ അതാണ് ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത്. അതൊന്നും നമുക്ക് ഫോണിൽ മനസ്സിലാവില്ലല്ലോ. പക്ഷേ പെട്ടെന്ന് തന്നെ മഴ മാറി കേട്ടോ. മഴ മാറിക്കഴിഞ്ഞപ്പോഴുള്ള ക്ലൈമറ്റാണ് ഈ കാണുന്നത്. നല്ല രസമല്ലേ. പെട്ടെന്ന് ആ സൂര്യനൊക്കെ അങ്ങനെ വന്ന് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഐസ്ക്രീം കഴിച്ചായിരുന്നു. ശംഖുവും കണ്ണനും കഴിച്ചില്ല, ഞാനും ചിന്നും അമ്മയൊക്കെ കഴിച്ചായിരുന്നേ. അപ്പോൾ ചിന്നു വാങ്ങിച്ച ഒരു ഡപ്പയ്ക്കകത്തുള്ളൊരു ഐസ്ക്രീമാണ്. ഡപ്പയെന്നല്ലേ പറയുന്നത്, ഒരു ടിന്നിനകത്തുള്ളൊരു ഐസ്ക്രീം, കുൽഫി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതെല്ലാം കഴിച്ച് അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോരാം എന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേക്കും പിന്നെ കണ്ണൻ ചോദിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹർത്തുങ്ക ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു. കാരണം അവിടെ നിന്ന് നേരെ ഹർത്തുങ്ക ബീച്ച് വഴിയാണ് നമ്മൾ വീട്ടിലോട്ട് പോരുന്നത്. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്കും ആർക്കും വിഷമാകാൻ പാടില്ലല്ലോ. അങ്ങനെ ഇവിടുന്ന് മുട്ട ബജിയും പിന്നെ അതുപോലെ കുറച്ച് മുളക് ബജിയൊക്കെ വാങ്ങി. നല്ല രസമല്ലേ കാണാൻ ഈ ഒരു ഇരുട്ടുള്ള സമയത്ത്. കണ്ടോ ഇപ്പോഴും ഉണ്ടോ ഒരു കൈ എൻ്റെ കൈയുടെ മേത്ത്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനെന്തോ ഇവിടെ ഒഴുകി പോകുന്നു തന്നെ അവരുടെ വിചാരം. ഭയങ്കര രസമാട്ടോ ഈ ഒരു സമയത്ത്. ഇങ്ങനെ ഒരു ഇരുട്ടിങ്ങനെ മൂടി വരണം ആ ടൈമിൽ കാണാൻ അടിപൊളിയാണ്. പക്ഷേ ഇവിടുന്ന് മണ്ണൊക്കെ ഇങ്ങനെ വെട്ടിയൊക്കെ മാറ്റുന്നുണ്ടായിരുന്നു JCB ഒക്കെ വെച്ചിട്ട്. അതൊക്കെ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. അതൊക്കെ എന്തെന്ന് കണ്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ തന്നെ അധികം അവിടെ നിന്ന് സമയം കളയാൻ നിന്നില്ല. അവിടെ കുറച്ച് നേരം നിന്നിട്ട് നേരെ വീട്ടിലോട്ട് പോരുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ.